കേരളക്കരയാകെ ഇളക്കിമറിക്കുന്ന പുലിമുരുകൻ തലസ്ഥാനത്തും റെക്കോർഡുകൾ പഴങ്കഥയാക്കുന്ന ഒരു തിയേറ്ററിൽ നിന്നും കുറഞ്ഞ ദിവസം കൊണ്ട് 1 കോടി കളക്ട് ചെയ്ത ചിത്രം, കോർപ്പറേഷന് ഏറ്റവും കൂടുതൽ ടാക്സ് നൽകിയ ചിത്രം, കൂടുതൽ ഹൗസ്ഫുൾ ഷോകൾ, സ്പെഷ്യൽ ഷോകൾ തുടങ്ങി പുലിവേട്ടയിൽ വഴിമാറിയ ചരിത്രങ്ങൾ ഏറെ. പ്രദർശനം തുടരുന്ന 4 തിയേറ്ററുകളിൽ നിന്നായി 15 ദിവസം കൊണ്ട് 3 കോടിയോളം രൂപയാണ് പുലിമുരുകൻ നേടിയത്. ഇതിൽ ഏരിയസ് ഫ്ലെക്സിൽ നിന്നും മാത്രം 1 കോടി കളക്ട് ചെയ്തു. കൂടാതെ 46 ലക്ഷം രൂപ കോർപ്പറേഷന് നികുതി ഇനത്തിൽ ലഭിച്ചു. ബാഹുബലിക്ക് ശേഷം ഏരിയസ് ഫ്ലെക്സിൽ വളരെ വേഗത്തിൽ 1 കോടിയിൽ എത്തിയ ചിത്രം എന്ന റെക്കോർഡാണ് പുലിമുരുകൻ നേടിയത്. 1 കോടിയിൽ എത്താൻ ബാഹുബലി ഏരിയസിൽ 24 ദിവസം എടുത്തപ്പോൾ വെറും 15 ദിവസം കൊണ്ട് ഏരിയസിൽ പുലി ഈ നേട്ടം കൊയ്തു. ഇവിടെ നിന്ന് മാത്രം പുലിമുരുകൻ കോർപ്പറേഷന് നേടിക്കൊടുത്ത ടാക്സ് 20 ലക്ഷം രൂപയാണ്. ഏരിയസ് ഫ്ലെക്സിൽ ഇതുവരെ കളിച്ച മുഴുവൻ ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നു. രാത്രിയിലുള്ള സ്പെഷ്യൽ ഷോകളും ഹൗസ്ഫുൾ ആണ്. അവധി ദിനങ്ങളായ ശനിയും ഞായറാഴ്ചയുമാണ് സ്പെഷ്യൽ ഷോകൾ നടത്തുന്നത്. 70 പുലിമുരുകൻ പ്രദർശനങ്ങളാണ് ഇതുവരെ ഏരിയസ് ഫ്ലെക്സിൽ നടന്നത്. ചിത്രം പ്രദർശിപ്പിക്കുന്ന ന്യൂ, ശ്രീകുമാർ, ശ്രീ വിശാൽ എന്നിവിടങ്ങളിലും ചിത്രം ചരിത്രം വഴിമാറി. ഈ 3 തിയേറ്ററുകളിൽ നിന്നായി 1 കോടി 30 ലക്ഷം രൂപ പുലിമുരുകൻ 15 ദിവസം കൊണ്ട് നേടിക്കഴിഞ്ഞു. 4 തിയേറ്ററുകളിൽ നിന്നായി 2 കോടി 30 ലക്ഷം രൂപയാണ് കുറഞ്ഞ ദിവസത്തിൽ ഈ ചിത്രം നേടിയത്. ഇതും മറ്റൊരു റെക്കോർഡാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.